ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെയാണ് പുകയേറുന്നത്. 6ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററാണ്, അതുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. മറ്റ് 4-5 നിലകളിൽ നിന്നുള്ള ആളുകളെ ഈ പുക ഉയർന്നത് കണ്ടതോടെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഏകദേശം 35ഓളം ആളുകൾ ഈ 4ാം നിലയിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണം നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെയാണോ ഈ പുക ഉയർന്നത് കണ്ടത്, അതോ ഈ പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണോ അങ്ങോട്ട് ആളുകൾ എത്തിയതും മറ്റ് ഈ നടപടികളിലേക്ക് കടന്നതും? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം മുൻപ് ഇവിടെ ഉണ്ടായ ഒരു പുകയുയർന്നതിനെ തുടർന്നുണ്ടായ അപകടം, അതിനു പിന്നാലെയാണ് ഇവിടെ ഒരു പരിശോധന ആരംഭിച്ചത്. ഇലക്ട്രിസിറ്റി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിശോധന ഉണ്ടാകുന്നു. ആ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ വീണ്ടും ഈ 6ാം നിലയിൽ നിന്ന് ഒരു പുകയുയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ നിലയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ഇവിടെയുള്ള വളണ്ടിയർ കൂടി ചേരുന്നു. ചേട്ടാ, 6ാം നിലയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, 4ാം നിലയിൽ നിന്നാണ് നമ്മൾ പിന്നെ രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പുകന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് രോഗികളെയും മാറ്റിയല്ലോ. ആ മാറ്റിയതിന് ശേഷം ഇത് ഏകദേശം ഒരു സമാധാനത്തിലേക്ക് എത്തുകയും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കണ്ടപ്പോൾ 4ാം നിലയിലുള്ള സർജറി വാർഡിലുള്ള പേഷ്യന്റിനെ 4ാം നിലയിൽ വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആ ഷിഫ്റ്റ് ചെയ്ത രോഗികളാണ് 2-2:30 മണിയാകുമ്പോൾ വീണ്ടും തിരിച്ച് മറ്റുള്ള സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. അതിന്റെ കാരണം ഈ 6ാം നിലയിലെ പുകന്റെ സ്മെല്ല് താഴോട്ടും വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ പുക ഉണ്ടായതെന്നും എങ്ങനെയാണ് ഈ സംഭവം വന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും ഇരുണ്ട പുക ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്താണെന്ന് കാണണമെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് പുക പുറത്തു പോയാൽ മാത്രമേ ഉള്ളൂ ഇത് എവിടെ നിന്നാണ് ഈ സംഭവം എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുക പിന്നെ പുറത്തോട്ട് കളയുന്നതായിരിക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുക അപ്പോൾ പൂർണ്ണമായി അണക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ സ്മെല്ല് ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും. ഫയർഫോഴ്സ് ഒക്കെ അപ്പൊ തന്നെ അറിയിച്ച് അതിന് പിന്നാലെ ഉടനെ ഏകദേശം എല്ലാ സമയത്ത് എല്ലാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫയർഫോഴ്സ് ഒക്കെ എത്താനുള്ള ഒരു കാലതാമസം, ഒരു ഈ 2 കേസിൽ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ട്. ഏതായാലും ഈ കാഷ്വാലിറ്റി വളണ്ടിയേഴ്സ് ഒക്കെ പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 6ാം നിലയിൽ ഈ പരിശോധനയ്ക്കിടെ ഒരു പുക ഉയരുന്നു. ആ പുക ഉയർന്നതിന് പിന്നാലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ 4ാം നിലയിൽ ഉണ്ടായിരുന്ന രോഗികളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നിരുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് വളണ്ടിയേഴ്സ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പുക അണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ 6ാം നിലയിലേക്ക് എത്തി അവിടെ നിന്ന് പുക അണയ്ക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ിരിക്കുകയാണ്. ഏതായാലും 2 ദിവസം മുൻപ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം വലിയൊരു ആശങ്ക മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പുക ഉയരുന്നു, ഈ കെട്ടിടത്തിൽ മുഴുവൻ പുക ഉയരുന്ന ഒരു സാഹചര്യം. അതിനെ തുടർന്ന് രോഗികളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുന്നു. തുടർന്ന് വലിയൊരു വിവാദങ്ങൾ, ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു പരിശോധന, വിശദമായ ഒരു പരിശോധന നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ പുകയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ചേട്ടൻ ഇവിടെ വന്നാണോ? കാഷ്വാലിറ്റിയിൽ വന്നിട്ട് എന്താ ചെയ്യാ, ഈ പാറ്റൽ തന്നെയാണല്ലോ. എന്താ സംഭവിച്ചത്? കാരണം അടിക്കുന്ന തീപിടിക്കുന്നു പറഞ്ഞ് പുകയാ വരുന്നത്. എന്നെ രക്ഷപ്പെടല്ലേ, ജീവനല്ലേ വലുത്. അങ്ങനെ ഓടിയതാ. ചേട്ടന് എന്തിനു വന്നതാ ഇവിടെ? എന്ത് പറ്റിയതാ? ഓപ്പറേഷൻ. എന്നിട്ട് ഇവിടെ വന്നപ്പോ അവിടുന്ന് പുകയിരുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇവിടെ കുറെ 5 ദിവസമായിന്നേക്ക് അങ്ങനെയാണ്. 4ാം നിലയിലായിരുന്നു, 3ാം നിലയിലായിരുന്നു. അപ്പൊ ഈ പുക ഉയരുന്നു എന്ന് പറയുന്ന കേട്ടപ്പോ ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ പറഞ്ഞു. അതെ, സാറിന് അടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് അലാറിന് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ഷണം, അപകടത്തിന്റെ ലക്ഷണം അത് അങ്ങനെ പറഞ്ഞതാ. സ്മെല്ല് വരുന്നു, മണം വരുന്നുണ്ടായിരുന്നു, പുക വരുന്നുണ്ട്, അങ്ങനെ പുറത്തിറങ്ങിയതാ. ഇതുപോലെ നിരവധി പേരെ നമുക്ക് കാണാം. കീർത്തന, ഇങ്ങനെ ഈ ഇദ്ദേഹത്തിനെ നോക്കുക. അദ്ദേഹം അല്പം ഗുരുതരമായി തന്നെ ഇവിടെ പരിക്ക് പറ്റി. അദ്ദേഹത്തിന് രോഗാവസ്ഥയിൽ അദ്ദേഹം ഇവിടെ പ്രവേശിക്കപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും പുക ഉയരുന്നതിനെ തുടർന്ന് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അദ്ദേഹം തന്റെ എല്ലാം എടുത്ത് പുറത്തേക്ക് ഓടിയതാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ആ നിലയിൽ അദ്ദേഹം പുറത്തേക്ക് ഓടിയതാണ്. നമുക്കൊപ്പം ഈ ചേച്ചി കൂടി. ചേച്ചി, എന്താ നിങ്ങൾ 4ാം നിലയിൽ 3ാം നിലയിലായിരുന്നു അല്ലേ? എന്താ പറ്റിയത്? പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പുക വന്നിട്ട് മോള് പറഞ്ഞിട്ട് പുക വരുന്നുണ്ട് ഡോക്ടർ. ഇവളങ്ങ് പുറത്ത് പോയിട്ട് വരുമായിരുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മളെ റൂമില്ല. എല്ലാവരോടും പറഞ്ഞിടും, സിസ്റ്ററോട് പറഞ്ഞു, എല്ലാവരും ഉടനെ ഓടി, നമ്മൾ ഓടി. ഉള്ള കൈ കിട്ടുന്ന എല്ലാം എടുത്തിട്ട് ഓടി. അത് തന്നെ. എന്ത് സംഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്? ഇങ്ങനെ വല്ലാത്തൊരു സൗണ്ട്, ഈ കറണ്ടിൻ്റെ ഇങ്ങനെ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് സൗണ്ട് കേട്ടിരുന്നു? കേട്ടു. അത് കുറേ സമയം ഉണ്ടായിരുന്നു. ഇന്നാ മുമ്പുള്ള പോലെ തന്നെ അന്നുണ്ടായ അതേപോലെ തന്നെ അതേപോലത്തെ സൗണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി ഓടി. അപ്പൊ അവിടെ നിങ്ങളൊന്നിച്ച് കുറെ പേരുണ്ടായിരുന്നു? ഈ ഒരുപാട് ആളുണ്ടായിരുന്നു.
ഭക്ഷണം കഴിക്കുന്നവരും കഴിക്കാത്ത രോഗികളും എല്ലാവരും. അതായത് 6ാം നിലയിലാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ 3ാം നില വരെ നിങ്ങൾ ഈ ശബ്ദം കേട്ടു? ആ കേട്ടു, നല്ല സൗണ്ടായിരുന്നു. ചാടുന്നതിൻ്റെ പ്രായം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരെല്ലാം ഇങ്ങനെ പുറത്ത് എല്ലാവരും ട്രോളിയെല്ലാം കൊണ്ടുവന്ന് പോയി കാറ്റ് എവിടെയല്ലോ കൊണ്ടുപോയി ആർക്കറിയാം. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്നിരുന്നു. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ വയ്യാതിരിക്കുന്നു. അപ്പം ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ ഈ സ്ട്രക്ചറിലോ അങ്ങനെ കൊണ്ടുവരാനും ആരും ഉണ്ടായിരുന്നില്ല? നിറയെ ആളല്ലേ ഒരു നമ്മൾ പാത്രങ്ങളിൽ നിന്ന് എടുത്ത് വരാൻ പറ്റായിട്ട് കുറേ സാധനം ഉണ്ടെങ്കിൽ അതെല്ലാം ട്രോളിയിൽ ഇങ്ങോട്ട് ആക്കി തന്നു. നമ്മളിതെല്ലാം എടുത്ത് വരുന്നാണ്ടപ്പോൾ ഒരു ട്രോളി കൊണ്ട് വന്ന് ഞങ്ങൾ സഹായിച്ച്. അവർക്ക് അത്രയില്ല ആ രോഗികളെയും പുറത്ത് കിടക്കണ്ടായത്. ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം നടക്കാൻ പറ്റാത്ത. എന്ത് രോഗം വന്നിട്ട് വന്നതാ ഇങ്ങോട്ടേക്ക്? അവൾ ഒരിക്കൽ മൂത്രത്തിന് ട്യൂബ് ഇടുന്നതിന് മൂത്രത്തിന് ബ്ലോക്കായിട്ട് വന്നതിന് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. പല സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട്. കഴിഞ്ഞ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ആളങ്ങ് മേലെ ആശുപത്രിയിലാക്കിയതാ. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്ന്. അതിനുശേഷം അപകടം ഉണ്ടായതിനു ശേഷം ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എല്ലാം ക്ലീനാക്കി പിന്നെ നമ്മളിങ്ങോട്ട് വിളിച്ച് അങ്ങനെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു. ഈ സംഭവം. എന്താ പേരെന്താ? രാധ. എവിടെയാ വീട് പാലയാണ്. കീർത്തന, ഇതുപോലെയാണ് ഇവർ ഈ രാധ എന്ന് പറയുന്ന അമ്മയും അവരുടെ ഭർത്താവും ഇവിടെ ഈ മൂത്രസംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് വന്നത്. അവർ കഴിഞ്ഞ അപകടം നടക്കുമ്പോൾ അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതാണ്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ വീണ്ടും അവരെ 3ാം നിലയിൽ പ്രവേശിപ്പിച്ചു. അത്യാഹിത വിഭാഗത്തിൽ 3ാം നിലയിൽ പ്രവേശിപ്പിച്ചു. അതിനെ തുടർന്ന് അല്പസമയം മുൻപാണ് ഇവർ ഒരു പൊട്ടിത്തെറി കേട്ടു എന്നിവർ പറയുന്നു. അതായത് കഴിഞ്ഞ അപകടത്തിന് സമാനമായ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് എല്ലാവരും, കഴിഞ്ഞ അപകടം അവരുടെ മനസ്സിലുണ്ടാകാം, അതിനെ തുടർന്ന് അവരെല്ലാവരും കിട്ടിയതൊക്കെ എടുത്ത് പുറത്തേക്ക് ഓടിയെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അദ്ദേഹം താഴെ ഓടുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ചില സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും ഉണ്ടായി എന്ന് പറയേണ്ടി വരും. നേരത്തെ സൂപ്രണ്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് പുക അണക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ മുകളിലെ നിലയിലേക്ക് പോയിട്ടുണ്ട്. 6ാം നിലയിലാണ് ഈ പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടേക്ക് പോയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ചെറിയ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. ലൈറ്റ് ഇടുമ്പോൾ, സ്വിച്ച് ഇടുമ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഷോട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ പുക ഉയർന്നതെന്നും പറയുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള കെട്ടിടത്തിലാണ് പുക ഉയർന്നത്. അവിടെ മറ്റ് രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഒഴിപ്പിച്ച രോഗികൾ 3ഉം 4ഉം നിലകളിലെ രോഗികളെയാണ് പിന്നീട് താഴേക്ക് ഇറക്കിയത്. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർത്തിവെച്ചതാണ്. ഇന്നാണ് വീണ്ടും ഈ രോഗികൾ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച രാധ ഉൾപ്പെടെയുള്ള രോഗികളെ ഇന്നാണ് വീണ്ടും കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ അവർ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് പുറത്തേക്ക് ഓടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഏതായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തീ അണക്കാനുള്ള പ്രവർത്തനം ഊർജിതമായി തുടരുന്നുണ്ട്. കീർത്തന.